ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരു ഷൂ റിവ്യൂയിങ് ചാനലിന്റെ സിലബസിൽ പെടാത്ത ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്റെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു 1,500 പേര് എന്നോട് ചോദിച്ചു, ഞാൻ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ഏതാണെന്ന്. 100 സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലാത്തത് നിന്നോടാ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ ഒരു സാധനം കാണിക്കാം. ഷേ ഇന്ന് ഞാൻ അപ്പം നോ മോർ ഫാൻസി ഇൻട്രൊഡക്ഷൻസ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അസ്യൂസ് ZenBook 14 OLED. സംഭവം എന്താണെന്ന് നോക്കിയാലോ. മൈ നെയിം ഇസ് ബെനിറ്റ്. വെൽക്കം ടു മൈ വീഡിയോ. വീഡിയോ എഡിറ്റിംഗ് പഠിക്കണമെന്ന മോഹവുമായി ഞാൻ ചെന്നുപെട്ടത് ഡാവിഞ്ചി റിസോൾവ് എന്ന സിംഹത്തിന്റെ മടയിലായിരുന്നു. എഡിറ്റിംഗ് പഠിക്കുവാനായി നല്ലൊരു പ്രൊസസ്സറും മിനിമം 16 GB റാമും വേണമെന്ന് റിസോൾവ് എന്നോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി എൻ്റെ i3 8 GB റാം എന്നെ നോക്കി പല്ലിളിച്ച് കാണിച്ചു. ഒടുവിൽ നിറ കണ്ണുകളോടെ ഞാൻ അവനെ ട്രേഡിങ് ചെയ്ത് ഇവനെ മേടിച്ചു. ഇത്രയാണ് ഞങ്ങളുടെ കഥ. അപ്പം നമുക്ക് സംഭവം എന്താണെന്ന് അടുത്ത് കാണാം. വെൽക്കം ടു മൈ വീഡിയോ. ഇത് നല്ലൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി പവർഫുൾ ലാപ്ടോപ്പാണ്. കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് വെറും 1.28 കിലോഗ്രാം ആണ് ഇതിന്റെ മൊത്തത്തിൽ വെയിറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ഒരു 6 to 7 അത്രയും കിട്ടാൻ ചാൻസ് കുറവ്. ഒരു 5 to 6 hours ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടും. പിന്നെ ZenBook 14 പല ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഞാൻ എടുത്ത ഈ ഓപ്ഷൻസിന്റെ സ്പെക്സിലേക്ക് വരുമ്പോൾ പ്രൊസസ്സർ ഇന്റൽ അൾട്ര 9 ആണ് വരുന്നത്. 16 കോർ പ്രൊസസ്സർ, ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സേ ഉള്ളൂ. പിന്നെ 32 GB റാം, 1 TB SSD. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ OLED 3K ഡിസ്പ്ലേ ആണ് വരുന്നത്, 14 ഇഞ്ചിന്റെ വിത്ത് ടച്ച് സ്ക്രീൻ. പോർട്സിലേക്ക് വരുമ്പോൾ പോർട്സ് നമുക്കൊന്ന് അടുത്ത് കാണാം. ലാപ്ടോപ്പിന്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് ഒരു USB A പോർട്ട് കാണാം. പിന്നെ ഇത് ഫാനിന്റെ എക്സോസ്റ്റ് വെന്റുകളാണ്. മറ്റേ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് HDMI പോർട്ട് ഉണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. പിന്നെ 2 USB-C പോർട്ട് ഉണ്ട്. ഇത് തന്നെയാണ് ചാർജിങ് സ്ലോട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഒരു ബാറ്ററി ഇൻഡിക്കേഷനും ഓൺ ഓഫ് ഇൻഡിക്കേഷനും ആണ് വരുന്നത്. താഴത്തെ വശത്തേക്ക് വരുമ്പോഴും പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് എക്സോസ്റ്റിന്റെ അല്ലെങ്കിൽ ഫാനിന്റെ ഇൻടേക്ക് വെന്റുകളുണ്ട്. പിന്നെ ലാപ്ടോപ്പിന്റെ സ്പെക്സ് പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ലാപ്ടോപ്പിന്റെ ബോഡി ഒരു ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ആണെങ്കിലും ഇതിനൊരു ഫിംഗർ പ്രിന്റ് സെൻസർ ഇല്ലാത്തത് എനിക്കൊരു മിസ്സിംഗ് ആയിട്ട് തോന്നി. എങ്കിൽ പോലും ഇതിന് നല്ലൊരു IR ക്യാമറയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫേസ് ഡിറ്റക്ഷൻ ഒക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ യൂസ് ചെയ്യാനൊക്കെ വളരെ സ്മൂത്ത് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല പവർഫുള്ളും ആണ്. ഇപ്പം ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാനാണെങ്കിലും റിസോൾവ് യൂസ് ചെയ്യാനാണെങ്കിലും ഒക്കെ പുട്ടുപോലെ ഓടിക്കോളും. പിന്നെ ഇതിന്റെ സ്പീക്കർ അതൊന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഹാർമന്റെ ഡോൾബി അറ്റ്മോസിന്റെ അടിപൊളി സ്പീക്കർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നല്ല ലൗഡുമാണ്. സ്പീക്കർ പോലെ തന്നെ ഈ ടച്ച് പാഡും ഒന്ന് എടുത്തു പറയേണ്ടതാണ്. വളരെ സ്മൂത്ത് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ. അതിപ്പോൾ പിന്നെ പുതിയ ലാപ്ടോപ്പുകളിലെല്ലാം അത്യാവശ്യം നല്ല സൈസുള്ള ടച്ച് പാഡാണ് വരുന്നത്. പിന്നെ കീബോർഡും നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു കീബോർഡാണ്. ബട്ടൺസ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇത് 14 ഇഞ്ച് ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്പർ പാഡ് എക്സ്ട്രാ ഇല്ല. എങ്കിൽ പോലും ഇവിടെ ടച്ച് പാഡിൽ തന്നെ അതിനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഷോർട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ഷോർട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് നമ്പർ പാഡ് ആക്ടിവേറ്റ് ആവും. പിന്നെ കുറച്ച് ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ട്. കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്താൽ മതി, കാൽക്കുലേറ്റർ ഓപ്പൺ ആയി. അതുപോലെ തന്നെ ഈ ടച്ച് പാഡും നമ്പർ പാഡ് ഇലിമിനേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓഫ് ചെയ്യാനും അങ്ങനെ തന്നെ. ഇത് വളരെ ചീപ്പായിട്ടുള്ളൊരു ലാപ്ടോപ്പ് അല്ല എന്നുള്ളത് തമ്പനിയിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് ആണെങ്കിലും കിടക്കുന്നത് ഏകദേശം ഒരു 1400 പൗണ്ട് റേഞ്ചിലാണ്. അതായത് 1,40,000, 1,45 റേഞ്ചിലേക്ക്. ഞാൻ അത്രയും വില കൊടുത്തില്ല കേട്ടോ. ഞാനൊരു 950 പൗണ്ട് റേഞ്ചിലാണ് ഈ ലാപ്ടോപ്പ് മേടിച്ചത്. അന്ന് ഏതാണ്ടൊക്കെ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു വിലയ്ക്ക് നല്ലൊരു വെർത്തായിട്ട് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. നല്ല സ്പെക്സ് ഉണ്ട്. ഈ എൻ്റെ ചെറിയ യൂട്യൂബ് ചാനലിൽ 1-2 വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണോ ഇത്രയും സ്പെക്സ് ഉള്ള ലാപ്പ് എന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യമില്ല. Ryzen 7 i7 i5 പോലെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു H സീരീസ് പ്രൊസസ്സറിനെ കൊണ്ട് സാധിക്കാത്ത ഒന്നും ഞാനിത് ചെയ്യുന്നില്ല. എങ്കിൽ പോലും ഞാൻ ഈ സ്പെക്സ് ഒക്കെ കഴിഞ്ഞ ദിവസം ഒരു കസിൻ അയച്ചു കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു, ഇതൊക്കെ നമ്മുടെ പണിയായുധങ്ങളാണല്ലോ, അപ്പം ഏറ്റവും മൂർച്ചയുള്ള ഒരു പണിയായുധം നോക്കി അങ്ങ് മേടിച്ചു എന്ന് കൂട്ടിയാൽ മതിയെന്ന്. ആ പറഞ്ഞത് ശരിയാണ്. പിന്നീടൊരു കാലത്ത് എന്താണേലും കുറഞ്ഞു പോയി എന്ന് തോന്നുന്നില്ല. ഓക്കെ, എന്റെ തള്ളൊക്കെ കേട്ട്
ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പം വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായി അടുത്ത തവണ കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു. Bye.